കടല നല്ല സൂപ്പറായി മൊരിഞ്ഞ് എങ്ങനെ വറുത്തെടുക്കുന്നത് നോക്കിയാലോ. അതിനെ നമ്മൾ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. കടലയിൽ നല്ലോണം മണ്ണുണ്ടാവുന്നതുകൊണ്ട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. കഴുകി വെയിലത്തിട്ടൊന്ന് ഉണക്കാം. വെയിലില്ലെങ്കിൽ ഒരു തുണിയിൽ വെച്ച് ഒപ്പിയെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ 2 തരത്തിൽ കാണിക്കുന്നുണ്ട്. ഒന്നിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. മറ്റേതിൽ കുറച്ച് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ കുറച്ച് 2-3 തുള്ളി ഒഴിച്ച് അതും പുരട്ടി വെച്ചു. ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി നല്ലോണം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. ഉപ്പ് നല്ല ചൂടിൽ, നല്ല പൊള്ളുന്ന ചൂട്, ആവി വരുന്ന ചൂടിലാണ് നമ്മൾ കടല ഇട്ട് കൊടുക്കുന്നത്. കടല ഇട്ട് കഴിഞ്ഞ് 1-2 മിനിറ്റുള്ളിൽ തന്നെ ഇത് പൊരിഞ്ഞ് വരിക, പൊട്ടി വരുന്നത് കണ്ടോ. നല്ലോണം മൊരിഞ്ഞ് വരും. ഓയിൽ പുരട്ടിയതാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത്. ഓക്കെ, എല്ലാം നല്ല സൂപ്പറായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ടോ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് പകുതി പൊരിഞ്ഞിട്ടുണ്ടാവില്ല, കടിച്ച് പൊട്ടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല, നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ആ ബേക്കിംഗ് സോഡ പുരട്ടി വെച്ചത് ഇട്ട് കൊടുക്കാം. അതും അതുപോലെ തന്നെ രണ്ടും നല്ല രീതിയിൽ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നിയത് ഓയിൽ പുരട്ടിയതാണ്. രണ്ടും സൂപ്പറാണ്. അപ്പോൾ ഇതുവരെ വറുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കാം കേട്ടോ. വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറാണ്.